ഗൗരിയുടെ തോളിൽ പിടിച്ചുകൊണ്ട് ദേവൻ അകത്തേക്ക് കയറി. അവിടെ സോഫയിലിരിക്കുന്ന 3 പെൺകുട്ടികളെ കണ്ടതും ഗൗരി ദേവനെ നോക്കി. ഇതൊക്കെ ആരാ? ഗൗരി താഴ്ന്ന സ്വരത്തിൽ ചോദിച്ചു. അതിൽ ദാ മെറൂണും പിങ്കും, അത് രണ്ടും എൻ്റെ വകയിലെ സിസ്റ്റേഴ്സ്. അപ്പോ മറ്റേതോ? ദേവൻ കണ്ണുകൾ ചുരുക്കിക്കൊണ്ട് അവളെ നോക്കി. അത് പിന്നെ, അവൻ അവളെ ഒന്ന് കളിപ്പിക്കും ഭാവത്തിൽ പറഞ്ഞു. പറ, ആരാ അത്? അത് ഞാൻ പറയട്ടെ. അവൾ ദേവൻ്റെ കയ്യിൽ കടിച്ചു വിളിച്ചു. ആ, വേദന അഭിനയിച്ചുകൊണ്ട് ദേവൻ ഒച്ച വെച്ചു. മൂവരും തിരിഞ്ഞു നോക്കി. ആ ദേവേട്ടാ. സഹോദരിമാർ ദേവനെ ആലിംഗനം ചെയ്തു. ഇത് കണ്ട് ഗൗരിക്ക് തീരെ പിടിച്ചില്ല. സ്വന്തം അനിയത്തിമാരൊന്നും അല്ലല്ലോ, വകയിലെ ആരോ അല്ലേ, അതിന് കെട്ടിപ്പിടിക്കേണ്ട കാര്യമുണ്ടോ? അവൾ കുശുമ്പോടെ മനസ്സിൽ പെറുപിറുത്തു. ഗൗരി, ഇതാണ് എൻ്റെ വകയിലെ സഹോദരിമാർ, വീണയും മധുവും. ദേവൻ അവരെ നോക്കി പറഞ്ഞു. അവർ രണ്ടും ദേവനെ കപടദേഷ്യത്തിൽ നോക്കി. എന്താ പറഞ്ഞേ? വകയിലെ അനിയത്തിമാരോ? അവർ ദേവൻ്റെ നെഞ്ചിൽ ചെറിയ പഞ്ചു കൊടുത്ത് ചോദിച്ചു. അത് കണ്ടതും ഗൗരിക്ക് എന്തോ പോലെയായി. അവൾ ഒരുവളുടെ കൈ തട്ടി മാറ്റി ദേവൻ്റെ നെഞ്ചിൽ പതിയെ കൈ അമർത്തി. വേദനിച്ചോ? അവൾ ചോദിച്ചു. ഇത് കേട്ടതും വീണയും മധുവും ദേവനും കൂടെ ചിരിയായിരുന്നു. എൻ്റെ പൊന്നോ, ഈ നെഞ്ചിൽ ഇതിലും വലിയ പഞ്ച് ഞങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഏട്ടത്തിയമ്മ ഉള്ളത് കൊണ്ട് ചെറിയ പഞ്ചിൽ ഒതുക്കിയത്, വീണ കളിയാക്കി പറഞ്ഞു. നീ എന്താ അവിടെ നിൽക്കുന്നത്? ഇങ്ങു വാ, വീണ ആര്യയെ നോക്കി പറഞ്ഞു. മുഖത്ത് ഒരു നീരസഭാവം വരുത്തിക്കൊണ്ട് വീണയുടെ വാക്കുകൾ ശ്രദ്ധിക്കാതെ ആര്യ അവിടെ തന്നെ നിന്നു. അപ്പോഴാണ് ഗൗരി ദേവനോട് കണ്ണുകൾ കൊണ്ട് അത് ആരാണെന്ന ഭാവത്തിൽ ആംഗ്യം കാണിച്ചത്. ദേവനൊരു ചിരിയോടെ അവളോട് പറഞ്ഞു. ഇതെൻ്റെ മുറപ്പെണ്ണായി വരും. ഒരു നിമിഷത്തേക്ക് ഗൗരിയുടെ ശ്രദ്ധ അവളുടെ മുഖത്ത് തന്നെയായിരുന്നു. ഗൗരി ഒന്നും മിണ്ടാതെ അകത്തേക്ക് കയറിപ്പോയി. അവളുടെ പോക്ക് അത്ര നല്ല രീതിയിലല്ല എന്ന് അറിഞ്ഞിട്ടാവണം ദേവൻ വീണയോടും മധുവിനോടുമായി പറഞ്ഞു. ഞാനൊന്ന് ഫ്രഷായിട്ട് വരാം, നിങ്ങൾ റെസ്റ്റ് എടുക്ക്. യഥാർത്ഥത്തിൽ ഗൗരിയുടെ പരിഭവം മാറ്റാനാണ് ദേവൻ അവിടെ നിന്നും പോകുന്നത് തന്നെ. റൂമിലെത്തിയതും ദേവൻ ഗൗരിക്കരികിലേക്ക് ചെന്നതും അവൾ ടവലെടുത്ത് വേഗത്തിൽ ബാത്റൂമിൽ കയറി വാതിലടച്ചു. അപ്പോൾ എൻ്റെ ഭാര്യയ്ക്കും ചെറിയ കുശുമ്പൊക്കെ ഉണ്ട് അല്ലേ? ദേവൻ ബാത്റൂമിൻ്റെ പുറത്തു നിന്നും വിളിച്ചു ചോദിച്ചു. അവൾ ഒന്നും മിണ്ടിയില്ല. സത്യത്തിൽ അവൾക്ക് വലിയ പരിഭവമൊന്നും ഉണ്ടായിരുന്നില്ല. പെട്ടെന്ന് ഒരു മുറപ്പെണ്ണ് വരുന്നു, അവളെ കാണുന്നു. അതൊക്കെ ആലോചിച്ചപ്പോൾ ഉള്ളിൽ എവിടെയോ ദേവൻ കൈവിട്ടു പോകുമോ എന്നൊരു ഭയമായിരുന്നു. എന്നത്തേതിലും വിപരീതമായി ഗൗരി ഇന്ന് അധിക നേരം ബാത്റൂമിൽ ചെലവിട്ടു. സത്യത്തിൽ ദേവൻ ഇതെല്ലാം കണ്ട് ചിരിയാണ് വന്നത്. അതെ, എൻ്റെ ഭാര്യയെ കുളിച്ച് കുളിച്ച് കുട്ടിയില്ലാതായി എന്നൊക്കെ കേട്ടിട്ടുണ്ട്. അതുപോലെ കുളിച്ച് കുളിച്ച് എൻ്റെ ഭാര്യ ഇല്ലാതായി എന്ന് കേൾക്കേണ്ടി വരുമോ? അവൻ തമാശയോടെ ചിരിച്ചുകൊണ്ട് ചോദിച്ചു. അവൾക്കും അകത്തു നിന്നും ചിരിയാണ് വന്നത്. എന്നാലും ചെറിയൊരു കുശുമ്പ് അവളിൽ ഉള്ളത് കൊണ്ടാകണം പെട്ടെന്നൊന്നും അവൾ കുളി കഴിഞ്ഞിറങ്ങിയില്ല. അധികം വൈകാതെയാണ് ദേവൻ്റെ റൂമിന് പുറത്ത് ഒരു ശബ്ദം കേട്ടത്. അവൻ വാതിൽ തുറന്നു നോക്കി. മറ്റാരുമല്ല, അത് കാണാൻ ആഗ്രഹിക്കാത്ത ആര്യ തന്നെയായിരുന്നു. എന്തെല്ലാം പറഞ്ഞാലും ആര്യയുടെ സ്വഭാവം അത്ര നല്ല സ്വഭാവമല്ല. ആദ്യം 1-2 ദിവസങ്ങളിൽ നല്ല രീതിയിലാണെങ്കിൽ പിന്നീടുള്ള ദിവസങ്ങൾ അവളുടെ ചൊറി പിടിച്ച സംസാരം എല്ലാവരെയും മുഷിപ്പിക്കും. പോരാത്തതിന് പൊങ്ങച്ചത്തിനും ഒരു കുറവുമില്ല. അങ്ങനെയുള്ള ഒരുവൾ ഒന്നുമില്ലാത്ത ഗൗരിയെ കണ്ടാൽ എന്തെല്ലാം പറയുമെന്ന് ദേവന് ആദ്യമേ അറിയാമായിരുന്നു. തനിക്ക് മുന്നിൽ നിൽക്കുന്ന ആര്യയെ കണ്ടതും ദേവൻ്റെ മുഖമൊന്ന് മാറി. അവൾ അവൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കിക്കൊണ്ട് അവനോട് ചോദിച്ചു. ഞാൻ അകത്തേക്ക് വന്നോട്ടെ? അവളുടെ സംസാരത്തിലെ വിനയം കണ്ട് സത്യത്തിൽ ദേവൻ ഞെട്ടി. ഈ പെണ്ണ് ഇങ്ങനെയല്ലല്ലോ എന്ന ഭാവമായിരുന്നു അവൻ്റെ ഉള്ളിൽ ഉണ്ടായത്. ആ വരൂ, ദേവൻ പറഞ്ഞു. ഇതേ സമയം ബാത്റൂമിൽ കുളി കഴിഞ്ഞ് തുവർത്തിക്കൊണ്ട് നിൽക്കുന്ന ഗൗരി ദേവൻ്റെ ഒച്ചയും അനക്കവും ഇല്ലാത്തത് കണ്ട് അതിശയിച്ചു നിന്നു. എന്ത് പറ്റി? ഇനി ഞാൻ തമാശയ്ക്ക് ചെയ്തത് കാര്യമായി എടുത്തു കാണുമോ? അവൾ പലതും ചിന്തയിൽ കൊണ്ടുവന്നു. അകത്തേക്ക് കയറിയ ആര്യ ദേവൻ്റെ ബെഡിലിരുന്നു. ഈ റൂമൊക്കെ നല്ല മാറ്റമുണ്ട്, ആര്യ താഴ്ന്ന സ്വരത്തിൽ പറഞ്ഞു. ദേവൻ ഒന്നും മിണ്ടാതെ അവളെ കടന്നുപോയി. പെട്ടെന്നാണ് അവൾ ദേവനെ വള്ളിക്കാൽ വെച്ച് വീഴ്ത്തിയത്. ദേവൻ കാലുരുക്കി നേരെ ബെഡിലേക്കാണ് വീണത്, അതും അവളുടെ മുകളിൽ. പെട്ടെന്ന് ബാത്റൂമിൽ നിന്നും ഇറങ്ങിയ ഗൗരി ഇത് കണ്ടതും ഞെട്ടിത്തെറിച്ച് നിന്നു. ഗൗരി ബാത്റൂമിൻ്റെ ഡോർ തുറക്കുന്ന ശബ്ദം കേട്ടിട്ടും ആര്യ അവൻ്റെ നെഞ്ചിലെ ഷർട്ടിൻ്റെ ഭാഗം പിടിച്ച് അവനെ എഴുന്നേൽക്കാൻ പറ്റാത്ത വിധമാക്കി. അല്പം നേരം ഇരുവരും കണ്ണും കണ്ണു നോക്കി. എന്നാൽ ബാത്റൂമിൽ നിന്നും ഗൗരി ഇറങ്ങി എന്ന് ദേവൻ അറിഞ്ഞതുകൂടെ ഉണ്ടായിരുന്നില്ല.
ഇതെല്ലാം കണ്ട് ഗൗരിയുടെ കാലിനടി മുതൽ തലമുടി വരെ ഇരച്ച് ദേഷ്യം കയറാൻ തുടങ്ങി. അവൾ മുൻപിലുള്ള ടേബിളിലുള്ള ഫ്ലവർ വേസ് നിലത്തേക്ക് വലിച്ചെറിഞ്ഞു. അത് നിലത്ത് വീഴുന്ന ശബ്ദം കേട്ടതും ആര്യയും ദേവനും ഞെട്ടിത്തെറിച്ചു. ദേവൻ എഴുന്നേക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അവളുടെ കൈകൾ അവൻ്റെ നെഞ്ചിൽ പിടിച്ചു വെച്ചതുകൊണ്ട് അവനെ കൊണ്ട് എഴുന്നേൽക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ദേവൻ അവളുടെ കൈ വലിച്ചു മാറ്റി. ആ! ദേവൻ്റെ നെഞ്ചിലെ രോമം അവളുടെ കയ്യിലുണ്ടായിരുന്നു. അവളെ തള്ളി മാറ്റി എഴുന്നേറ്റ ദേവൻ്റെ നെഞ്ചിൽ രോമം പറഞ്ഞ ഭാഗം ചുവന്ന് കല്ലച്ചു. ഗൗരി അപ്പോഴും ദേഷ്യത്തിൽ തന്നെയായിരുന്നു. അവൾ ദേവനെ തുറച്ചു നോക്കി. ഗൗരി, എന്താ ഇത്? അവളുടെ കണ്ണുകൾ ചുവന്നു വന്നു. ആ കണ്ണുകളിൽ കണ്ണുനീർ തടം കെട്ടിയത് കൂടെ കണ്ടപ്പോൾ ദേവൻ വല്ലാതെയായി. ഗൗരി, അത് വീഴാൻ പോയപ്പോൾ അവളുടെ മുകളിലാണോ കിടക്കുന്നത്? എണീക്കാൻ പറ്റാത്ത വിധം എന്ത് വീഴ്ചയാണത്? അവരുടെ സംസാരം കേട്ട് ഒരു ഗൂഢച്ചിരിയോടെ ആര്യ ആ റൂമിൽ നിന്നും ഇറങ്ങി. ഗൗരി വാതിൽ ലക്ഷ്യമാക്കി നടന്നു. എങ്ങോട്ടാ? അവൾ അവൻ നേരെ ആക്രോശിച്ചുകൊണ്ട് ചോദിച്ചു. എന്താ ഗൗരി ഇത്? ഞാൻ പറയുന്നത് നീ ഒന്ന് കേൾക്ക്. ദേവൻ കെഞ്ചുന്നത് പോലെ അവളോട് പറഞ്ഞു. അവൾ റൂമിൻ്റെ വാതിൽ വലിച്ചടച്ചുകൊണ്ട് ദേവന് നേരെ തിരിഞ്ഞു. അവൾ കൈകെട്ടി അവന് മുന്നിൽ നിന്നു. അവൻ അടിമുടി അവളെ തന്നെ നോക്കി. പെട്ടെന്ന് അവൾ ചിരിച്ചു. പേടിച്ചോ? അവൾ ചോദിച്ചു. അപ്പോഴേക്കും അറിയാതെ ദേവൻ്റെ കണ്ണുകൾ നിറഞ്ഞു വന്നത് ഗൗരി ശ്രദ്ധിച്ചു. അവനൊന്നും മിണ്ടാതെ ടവലെടുത്ത് ബാത്റൂമിലേക്ക് നടന്നു. ആ നിറഞ്ഞ കണ്ണുനീർ തുള്ളിയാണ് അവന് അവളോട് അടങ്ങാനാവാത്ത സ്നേഹമുണ്ടെന്ന് ഉള്ളതിൻ്റെ തെളിവ്. അവൾക്കും വല്ലാതെയായി. അവൾക്ക് ആര്യയെ കണ്ടപ്പോൾ തന്നെ തോന്നിയിരുന്നു ഇത് അനന്യയേക്കാൾ വലിയൊരു പണിയാകുമെന്ന്. ഇങ്ങനെ ഒരിക്കലും ദേവന് ചെയ്യാൻ പറ്റില്ല എന്ന് അവൾക്കറിയാമായിരുന്നു. പിന്നെയും വഴക്കിട്ടത് ആര്യയ്ക്ക് സന്തോഷമായാൽ ആവട്ടെ എന്ന് വെച്ചിട്ട് മാത്രമാണ്. അവൾ പതിയെ ബാത്റൂമിൻ്റെ വാതിലിൽ തട്ടി. പെട്ടെന്ന് ആ ശബ്ദം കേട്ടിട്ടാവണം ഷവറിൽ കുളിക്കാറുള്ള ദേവൻ ബക്കറ്റിൽ വെള്ളം തുറന്നു വിട്ടത്. നിങ്ങൾ ബുദ്ധിമുട്ടണ്ട, ഞാൻ പോവാണ്. എന്നെ ഭയന്ന് ഇനി കുളി വൈകിക്കണ്ട, ഞാൻ താഴേക്ക് പോവാണ്. അതും പറഞ്ഞുകൊണ്ട് അവൾ വാതിലടച്ചു. ഗൗരി വാതിലടക്കുന്ന ശബ്ദം കേട്ട് ദേവൻ അധികം വൈകാതെ പുറത്തേക്ക് വന്നു. അപ്പോഴാണ് അക്കിടി പറ്റിയെന്ന ഭാവത്തിൽ ഗൗരി അവൻ്റെ വാതിലിൻ്റെ മുന്നിൽ തന്നെ നിൽക്കുന്നത് കണ്ടത്. എന്തായാലും ദേവൻ്റെ ദേഷ്യം മാറ്റിയെടുക്കണമെന്ന് ഗൗരിയും തീർപ്പാക്കി. ടവൽ മാത്രം ഉടുത്തു നിൽക്കുന്ന ദേവൻ്റെ നേരെ ഗൗരി ചെന്ന് നിന്നു. നിങ്ങൾ എന്നോട് പിണങ്ങിയോ? ഒരു പിഞ്ചു കുഞ്ഞിനെ പോലെ അവൾ ചോദിച്ചു. എനിക്കാരോടും ഒരു പിണക്കവുമില്ല. അതും പറഞ്ഞ് ദേവൻ അവളെ കടന്നുപോയി. ഗൗരിയുണ്ടോ പോകാൻ സമ്മതിക്കുന്നു. അവളൊരു ചിരിയോടെ അവൻ്റെ മുന്നിലേക്ക് തന്നെ ചെന്ന് നിന്നു. അവൻ അവളുടെ മുഖത്തെ ചിരി കണ്ടപ്പോൾ അറിയാതെ ഒന്ന് ചിരിച്ചു. നിനക്ക് കുറച്ച് കുറുമ്പ് കൂടുന്നുണ്ട് മോളെ, ദേവൻ അവളെ ചെവിനുള്ളിക്കൊണ്ട് പറഞ്ഞു. അയ്യോ, വേദനിക്കുന്നുണ്ട്. അവൾ അവൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു. ഇനി ഇതുപോലെയുള്ള കുരുത്തക്കേട് പറയുകയോ എന്നെ സംശയിക്കുകയോ ചെയ്താൽ ഇതാവില്ല. അവൾ പിരികമുയർത്തി അവനെ നോക്കി. ചെയ്താൽ? എൻ്റെ ഭാര്യ ഇങ്ങ് അടുത്ത് വാ. ദേവൻ അവളെ വാത്സല്യത്തോടെ വിളിച്ചു. എന്താ? ചെറുചിരിയോടെ അവൾ ദേവൻ്റെ അടുത്തേക്ക് ചെന്ന് നിന്നു. ഗൗരി നിന്നതും ദേവൻ അവളുടെ ഇടുപ്പിലൂടെ കൈയിട്ട് അവളെ അവനിലേക്ക് ചേർത്ത് പിടിച്ചു. നിങ്ങൾ എന്തായി ചെയ്യുന്നത്? ഗൗരി ചോദിച്ചു. ആ, ഇതുപോലെയൊരു പിടുത്തം മാത്രമേ എൻ്റെ ഭാര്യയ്ക്ക് ഓർമ്മ കാണുകയുള്ളൂ. അത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? അവൾ ദേവനെ അരിശം കൊള്ളിക്കും പോലെ ചോദിച്ചു. അത് കഴിഞ്ഞാൽ എൻ്റെ ഭാര്യ പ്രസവിക്കും. അയ്യോ അമ്മേ, അച്ഛ, അത്രയുള്ളൂ. ഗൗരിയുടെ കണ്ണുകൾ വിടർന്നു. ദേവൻ പറഞ്ഞത് അമ്പരപ്പോടെ കേട്ടു. അയ്യേ, ഇത്ര ചെറിയ വഴക്കിനൊക്കെ അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല. ഗൗരി പല്ലുകാട്ടി ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ദേവൻ ആ പിടുത്തം അയക്കാതെ അവളെ എടുത്ത് അവൻ്റെ മുഖത്തോടുയർത്തി. ഒരു തീപ്പെട്ടിക്കൂടിൻ്റെ കനം പോലും ഇല്ല, എന്നിട്ടാണ് കിടന്ന് കൊമ്മല കളിക്കുന്നത്. ദേവൻ അവളുടെ കണ്ണിലേക്ക് നോക്കി പറഞ്ഞു. ദേവൻ അവളുടെ ഇളം പിങ്ക് കളർ ചുണ്ടിലേക്കൊന്ന് നോക്കി. അവൻ്റെ നോട്ടം അവളും ശ്രദ്ധിച്ചു. ഇതെന്താ ഇങ്ങനെ നോക്കുന്നത്? ഗൗരി മനസ്സിൽ ചിന്തിച്ചു. അവളൊരു പൂച്ചക്കുട്ടിയെ പോലെ അവൻ്റെ കൈകൾ ഒതുങ്ങി നിന്നു. ദേവൻ പതിയെ അവൻ്റെ ചുണ്ട് അവളുടെ ചുണ്ടിനോട് ചേർത്ത് പിടിച്ചു. അവളുടെ കണ്ണുകൾ തനിയെ അടഞ്ഞു. കൈകൾ പതിയെ അവൻ്റെ ശരീരത്തെ ചുറ്റി പിടിച്ചു. ദേവൻ്റെ ചുണ്ടുകൾ അവൻ അവളുടെ ചുണ്ടുമായി ചുംബനത്തിലേർപ്പെട്ടു. സ്വയം മറന്ന കുറച്ച് നിമിഷങ്ങളായിരുന്നു അത്. ദേവൻ്റെ മറ്റൊരു കൈ അവളുടെ കഴുത്തിന് പിന്നിൽ മസാജ് ചെയ്തുകൊണ്ടിരുന്നു. സ്ത്രീയുടെ കാമത്തെ ഉണർത്താൻ അവളുടെ കഴുത്തിന് പിൻഭാഗം വലിയ സ്ഥാനം തന്നെയുണ്ട്. അവളും ആ ചുംബനത്തിൽ നിന്നും വിട്ടുമാറാൻ പറ്റാത്ത വിധം അലിഞ്ഞു ചേർന്നു. പെട്ടെന്നാണ് ഒരു മുന്നറിയിപ്പുമില്ലാതെ ഓഫീസിലെ ഒരു പ്രധാനപ്പെട്ട ഫയലുമായി ഫിറോസ് അകത്തേക്ക് കയറിയത്. ഫിറോസ് അമ്പരപ്പോടെ ആ ഫയലുകളുമായി അങ്ങനെ നിന്നു. എൻ്റെ പടച്ചോനെ, ഇനി എന്ത് ചെയ്യും? സാറെങ്ങാനും കണ്ടാൽ തീർന്നു.
എല്ലാ തവണയും വാതിൽ മുട്ടി വരുന്ന ഞാനാ ഇന്ന് ഡയറക്റ്റ് കയറി വരികയും ചെയ്തു. മിക്കവാറും എൻ്റെ പണി പോയത് തന്നെ. ഫിറോസ് ഒന്ന് ചലിച്ചതും തൊട്ടടുത്ത മേശയിലുള്ള ഫ്ലവർ വേസ് താഴെ വീണു. വെപ്രാളം കൊണ്ട് എങ്ങോട്ട് പോകണമെന്നറിയാതെ ഫിറോസ് പകച്ചു നിന്നു. ചുംബനത്തിലേർപ്പെട്ട ദേവനും ഗൗരിയും ഒരു ഞെട്ടലോടെ തിരിഞ്ഞു നോക്കി. ഫിറോസിനെ കണ്ടതും ഗൗരിക്ക് ചമ്മലാണ് വന്നത്. എന്നാൽ ദേവനാവട്ടെ അവനെ വലിച്ചു കീറാനുള്ള ദേഷ്യത്തിലുമായിരുന്നു. ഗൗരി ഒന്ന് തിരിഞ്ഞു നിന്നു. ദേവൻ ഫിറോസിൻ്റെ അടുത്തേക്ക് നടന്നു. എന്താ? മറ്റൊന്നും ചോദിക്കാതെ ദേവൻ ഒരു വാക്കിൽ ചോദ്യം നിർത്തി. സാർ, നിങ്ങൾ പറഞ്ഞ ആ ഫയലുമായിട്ട് വന്നതാണ്. നൈറ്റ് 10 മണിക്ക് മുന്നേ സബ്മിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞ് മെയിലുണ്ടായിരുന്നു. അപ്പോൾ ആ ഫയലുമായി വന്നതാണ് ഞാൻ. അതൊക്കെ ശരി ഫിറോസ്, ബോസിൻ്റെ റൂമിലേക്ക് വരുമ്പോൾ ഒന്ന് ജസ്റ്റ് നോക്ക് ചെയ്തിട്ട് വരണമെന്നറിയില്ലേ? സാർ, അറിയാമായിരുന്നു. പക്ഷേ ഇങ്ങനെയൊരു സീൻ ഞാൻ പ്രതീക്ഷിച്ചിരുന്നില്ല. പൊതുവെ സാർ റൂമിൽ ഒറ്റയ്ക്കാണല്ലോ ഉണ്ടാകാറ്. അത് പറഞ്ഞ് നിർത്തുമ്പോൾ ഫിറോസിൻ്റെ മുഖം നാണം കൊണ്ട് ചുവന്നിരുന്നു. ദേവനും ചെറിയൊരു ചിരി വന്നു. ശരി ശരി, ഇനി ആവർത്തിക്കരുത്. ഇനി ഇത് ഓഫീസിൽ പോയി കുട്ടി ആഘോഷിക്കാനും നിൽക്കണ്ട, ദേവൻ കട്ടായം എന്നതുപോലെ പറഞ്ഞു. ഇല്ല സാർ, ഞാൻ പറയില്ല. തലയ്ക്ക് പിൻഭാഗം ചൊറിഞ്ഞുകൊണ്ട് ഫിറോസ് പറഞ്ഞു. എന്താടോ, വേറെ എന്തെങ്കിലും ഉണ്ടോ? ഫിറോസിൻ്റെ നൃത്തം കണ്ട് ദേവൻ ചോദിച്ചു. സാർ, അത് പിന്നെ. പറ ഫിറോസ്, നേരമില്ല. ഫിറോസിൻ്റെ കയ്യിലുള്ള ഫയൽ വാങ്ങി മറിച്ചുകൊണ്ട് ദേവൻ പറഞ്ഞു. സാർ, സാറിനെ ഇങ്ങനെ കാണാൻ നല്ല ഭംഗിയുണ്ട്. ദേവൻ പുരികമുയർത്തി ഫിറോസിനെ നോക്കി. എന്ത്? വല്ലാത്തൊരു സംശയത്തോടെയായിരുന്നു എന്ത് എന്നുള്ള ചോദ്യം ദേവൻ ചോദിച്ചത്. അല്ല സാർ, ഇങ്ങനെയൊരു ടവലിൽ സാറിൻ്റെ ശരീരം നല്ല ഭംഗിയുണ്ട്. അപ്പോഴാണ് ദേവന് അക്കിടി പറ്റിയെന്ന് മനസ്സിലായത്. കുളി കഴിഞ്ഞ് നേരെ ഇറങ്ങിയതാണ്. ഒരു ടവൽ മാത്രമായിരുന്നു. ഓ! ദേവൻ അവനെ തന്നെ അടിമുടിയൊന്ന് നോക്കിയിട്ട് ഫിറോസിനെ നേരെ കണ്ണിറുക്കി കാണിച്ചു. നോക്കിക്കേ, ഇതിനി കുട്ടി ആഘോഷിക്കാൻ നിൽക്കണ്ട, ദേവൻ വീണ്ടും പറഞ്ഞു. എന്നാ പോവാൻ നോക്ക്. ഫിറോസ് വീണ്ടും ഒരു കാര്യം പറയാൻ നിന്നു. എന്താടോ? സാർ, ഇന്ന് ഫാമിലിയുമായി ഒന്ന് പുറത്തു പോകണമെന്നുണ്ടായിരുന്നു. അതിനെന്താടോ, പൊയ്ക്കോ. അതല്ലേ സാർ, എൻ്റെ കയ്യിലിപ്പോൾ അതിനുള്ള കാശില്ല. കുറച്ച് ക്യാഷ് തന്നാൽ വലിയ ഉപകാരമായിരുന്നു. ദേവൻ ഫിറോസിനെ നോക്കി ചിരിച്ചു. എന്തൊക്കെ പറഞ്ഞാലും ഫിറോസിനെ പോലെ വിശ്വസ്തനായ ഒരാൾ വേറെ കമ്പനിയിലുണ്ടാവില്ല. അതുകൊണ്ട് തന്നെയാണ് ഫിറോസിന് ദേവനോട് എന്തും പറയാമെന്നുള്ള അവകാശം കിട്ടിയതും. PA എന്നതിലുപരി ഫിറോസ് ദേവന് നല്ലൊരു കൂട്ടാണ്. ദേവൻ അവൻ്റെ ഷെൽഫ് തുറന്ന് കുറച്ച് പണം ഫിറോസിന് നേരെ നീട്ടി. പോകുവാൻ നേരം മറ്റൊരു കാര്യം ഓർമ്മപ്പെടുത്തി. ഇനി മുതൽ ഈ റൂമിന് റൈറ്റ് ഭാഗത്തുള്ള റൂമിലാണ് ബിസിനസ് കാര്യങ്ങൾക്ക് വരേണ്ടത്. ചിരിച്ചുകൊണ്ട് ഫിറോസ് തലയാട്ടി അവിടെ നിന്നും പോയി.